ഹലോ ഗായ്സ്, ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ മക്കളൊക്കെ റെഡ് ഡ്രസ്സിൽ തിളങ്ങിയിട്ട് ഞങ്ങളൊന്ന് ക്രിസ്മസ് വൈബ് ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കാരണം ഇനി എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ് വരുന്നത്. അപ്പോൾ 25th നൈറ്റ് കഴിയുമ്പോൾ അപ്പോഴേക്കും ക്രിസ്മസ് വൈബ് അങ്ങ് തീരുമല്ലോ. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ആഘോഷിക്കാൻ ആ വൈബ് ഒന്ന് ആഘോഷിക്കാനും വേണ്ടി ഞങ്ങൾ നേരെ വന്നത് അമല ഹോസ്പിറ്റലാണ് കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറേ അല്ല അവിടെ. എന്താ പറയുക കാണാൻ തന്നെ വേണം. എനിക്ക് തോന്നുന്നു ഒരുവിധം തൃശ്ശൂരിലെ ആൾക്കാരൊക്കെ വന്ന് നോക്കി കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാം അത്രയും ഭംഗിയിൽ നമ്മൾ അമല ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും വന്നത് എനിക്ക് മുതലായിട്ടോ. ഫാമിലീനെ കൂട്ടിയിട്ടും കൊച്ചുങ്ങളെ കൂട്ടിയിട്ടും ഒക്കെ വരാൻ പറ്റും. കാരണം ഒരുപാട് സ്പേസ് ഉണ്ട് അവിടെ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വാഹനങ്ങളുടെ ബുദ്ധിമുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഒരുപാട് സ്പേസ് ഉള്ളത് കൊണ്ടും പിന്നെ അവർ നമ്മൾക്കായിട്ട് ഒരു സൈഡ് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാണ് കണ്ടോ. ഇതങ്ങോട്ട് ക്രിസ്മസിന് വേണ്ടിയിട്ട് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ട് ഒന്ന് കാണാൻ മാത്രം ഉണ്ടായിരുന്നു. നല്ല വൈബാണ് കേട്ടോ. നല്ല രസമുണ്ട്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മക്കളുടെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ ആ റെഡിനുള്ളിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവരൊരു എന്നെയൊന്നും വേണ്ട, കൈ വിട്ട് കഴിഞ്ഞാൽ ഇവർ എങ്ങടാ പോവുക എന്നുള്ളത് അവർക്ക് തന്നെ നിശ്ചയമില്ല. പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ടും എമർജൻസി വാഹനങ്ങൾ വരുന്നൊരു സ്ഥലമാണല്ലോ. അപ്പോൾ വിട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു കെയർ എപ്പോഴും മക്കളുടെ മേലുണ്ടായിരിക്കണം. പിന്നെ അവരവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്താണെന്ന് ഒന്നും മനസ്സിലാവണില്ല. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുമിച്ച് ഇന്ന് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുത്തു. നല്ല സൂപ്പറായിരുന്നു. മക്കളെയൊക്കെ കൊണ്ട് എല്ലാം ഒന്ന് കാണിച്ച് കൊടുത്ത് ഒന്ന് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലുള്ളതൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു ഗൈസ്. നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണണമെന്ന് ഞാൻ പറയുള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ കവർ ചെയ്തൊന്ന് കണ്ടു നോക്കി കേട്ടോ. നമ്മുടെ സ്വന്തം തൃശ്ശൂരിൻ്റെ ശോഭാമാളാണ് കേട്ടോ. സൂപ്പറായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്താ പറയുക, സ്വർണ്ണക്കട്ടായിരിക്കണ പോലെ അകലെന്ന് നോക്കുമ്പോൾ അത്രയും രസകരമായിട്ടാണ് അവർ ലൈറ്റ് കൊണ്ട് അവിടെ അലങ്കരിച്ചിരിക്കുന്നത്. കണ്ടാ വഴി പോയവർ കണ്ടവരാരും അങ്ങോട്ടൊന്നും കയറാതെ പോവില്ല കേട്ടോ. നല്ല സൂപ്പറായിരുന്നു കാണാനായിട്ട്. അയ്യോ എന്ന് പറയുന്നത് രസമാണ് കാണാൻ. അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ചേരൊക്കെ നിന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത് നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് കാണുമ്പോൾ ഫോട്ടോ എടുക്കുമല്ലോ. ഇത് നോക്കിയാൽ നിങ്ങൾ ശോഭ അലങ്കരിച്ചിരിക്കുന്നത് നല്ല രസമുണ്ടല്ലേ. കാരണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ, സ്വർണ്ണ കട്ട വെച്ച പോലെ ദൂരെ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. സൂപ്പറായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്കാണ് ഞങ്ങൾ അമ്പലത്തിൽ പാട്ടൊക്കെ കേൾക്കണത് കേട്ടോ. നമ്മുടെ സ്വന്തം മുളങ്ങുന്നത്തുകാവ് അമ്പലമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് വരാമെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. എങ്കിലും ഗാനമേള കണ്ടു കഴിഞ്ഞാൽ മലയാളികൾ അങ്ങനെയാണല്ലോ, അവിടെ അങ്ങ് സ്റ്റക്കാവും. അങ്ങനെ കുറച്ചേരൊക്കെ അവിടുത്തെ തകർത്ത് തിമിർത്തുള്ള പാട്ടും ഡാൻസും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വരുന്നത് ഞങ്ങളുടെ അത്താണിന്ന് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കുറാഞ്ചേരി ഭാഗത്ത് വരുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു ഫാമിലീസിന് ആവശ്യമുള്ള ബിരിയാണി, അൽഫാം, മന്തി എല്ലാ ടൈപ്പുള്ള ഫുഡും ഉണ്ട്. പിന്നെ എൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ ഫുഡിൻ്റെ കൂടെ ചായ കുടിക്കുന്നത്. അത് വേറെ ആർക്കും ഉണ്ടാവില്ല, അതെനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഗൈസ്. അപ്പോൾ ബൈ.